ഒരാളിങ്ങനെ വെമ്പി നിൽപ്പുണ്ട് ഉർവശിയോട് സംസാരിക്കാൻ വേണ്ടി. ആരാ നോക്കട്ടെ. ഉർവശിയെ ഞാൻ വിളിച്ചിരുന്നത് അറിയാലോ, ഊശി എന്നായിരുന്നു ഉർവശിയെ വിളിച്ചിരുന്നത്. മലയാള സിനിമയിലെ 2 സിനിമ മതിയല്ലോ ഉർവശിക്ക്, എന്തിനാ അധികം? ഒന്ന് പൊന്മുട്ടേറിന താറാവ്, തലയണ മന്ത്രം. മലയാളത്തിലെ ജനങ്ങൾ ഉർവശിയുടെ അഭിനയം കാണുന്നതിന് മുമ്പ് ആദ്യം കണ്ടത് ഞാനാണ്. കാരണം ക്യാമറാമാൻ ഞാനായതുകൊണ്ട് എനിക്കറിയാമല്ലോ ഉർവശി എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഉള്ളത് കുറേ വായാടിത്തരം, അത് പിന്നെ നമ്മൾ സഹിച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാലവും ഉർവശിയെ, അടുത്ത കാലം വരെ അറിയാമല്ലോ ഉർവശിക്ക് മമ്മി ആൻഡ് മീ വരെ, അതിലും ഉർവശിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ട്, അത് സാരമില്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ചോദിച്ചോളൂ. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ യു ആർ എലോൺ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ഒരു ക്യാമറമാനാണ് വിൻചേട്ടൻ. ഞാൻ ആ സിനിമകളിലൊക്കെ ആ ക്യാരക്ടേഴ്സ് വിജയിച്ചതിൽ വലിയൊരു പങ്കുണ്ട് വിൻചേട്ടന്. കാരണം നമ്മൾ റിഹേഴ്സലിനൊക്കെ ചെയ്തിട്ട് ടേക്ക് ആകുമ്പോൾ ഞാൻ വേറെ ചിലത് മാറി വരും, പ്രത്യേകം ഓർമ്മിപ്പിക്കും. പക്ഷേ റിഹേഴ്സൽ ചെയ്തപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് ചിലത് ഒരിത്തിരി അറിയാതെ കുറച്ച് കൂടുന്നു എന്ന് കണ്ടാൽ അത് ഓർമ്മിപ്പിക്കും. അതുപോലെ പിന്നെ ചില സ്ക്രീൻ പ്ലേയിലുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ള കഴിവുണ്ട് വിൻചേട്ടന്. ഇത് ഈ സീൻ ഇവിടെ കുറച്ചധികമാകും. ഒരു സംവിധായകന് തുല്യമായ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും, അതായത് ഉർവശിയെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അത് വിപിൻ മോഹന് ഞാൻ പറയട്ടെ, ഇപ്പോൾ അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഉർവശിയെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉർവശി ഒരു സൗജന്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. എങ്കിൽ പോലും ഒരു നടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉർവശി നൽകിയ കഥാപാത്രങ്ങളെ മുൻനിർത്തി ആ അഭിനയ മുഹൂർത്തങ്ങളിലുണ്ടായ തന്മയത്വം. അദ്ദേഹം ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അഭിനയിച്ച് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊരു നടൻ കിടപ്പുണ്ട്.